മൈസൂരിലെ പ്രശസ്തമായ ആർ ഗേറ്റ് ആണിത്. അതിൽ ഒരു ഗേറ്റാണ് ഈ കാണുന്നത്. ആർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 6 ഗേറ്റ്സ് എന്നും പറയും ഇംഗ്ലീഷിൽ. അതായത് ഈ ഒരു റൗണ്ട് അബൌട്ടിൽ 6 ഡിഫറെൻറ്റ് റോഡ്സാണ് വന്ന് ജോയിൻ്റ് ആവുന്നത്. അതിൽ ഒന്നാണിത്. ഇതുകൂടാതെ അപ്പുറം ഒന്ന് കാണാം 2, അവിടെ 3, 4, 5 അങ്ങനെ 6 റോഡ്സ് വന്ന് ചേരുന്ന സർക്കിളാണ്. സെൻറ്ററിൽ ഈ ഒരു സംഭവമുണ്ട്, ചാമരാജേന്ദ്ര വടിയാർ രാജാവിൻ്റെ ഒരു സ്റ്റാച്യു. ഈ അലങ്കാരങ്ങളൊക്കെ ഇപ്പോൾ പുതിയ ഒന്നാണ്. ഈ ഐ ലവ് മൈസൂർ എന്നുള്ളതിൻ്റെ മേലെ കന്നഡയിൽ എഴുതി വെച്ചാണ്. ഇവിടെ കന്നഡവാദം കുറച്ച് ശക്തമാണ്. ഇംഗ്ലീഷ് വിരോധം എന്ന് വേണേൽ പറയാം. മഹാത്മാഗാന്ധി പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒരു ചെറിയ രൂപരേഖ കാണാം. ഇവിടെ എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ പബ്ലിക് ടോയ്ലറ്റുകളുണ്ട്, പഴയതും പുതിയതും ഒക്കെ ആയിട്ട്. പാൻറ് യൂസ്. മറ്റൊരു ഗേറ്റ് ഇവിടെ കാണാം. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. പൊതുവേ തണുപ്പുള്ള മൈസൂരിൽ ചെറിയൊരു മഴക്കോള് പോലെ, ഒരു മഴക്കാറ് പോലെയും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസിക്കാൻ ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്യണം. ഇവിടെ ലൈറ്റ്സ് ഇല്ലാത്തത് വലിയ അപാകതയാണ്. റെഡ് ലൈറ്റ്, ക്രോസിംഗ് ലൈറ്റ്. എന്തുകൊണ്ടാണ് ക്രോസിംഗ് റെഡ് ലൈറ്റ്സ് ഇല്ലാത്തതെന്നുള്ള അറിയില്ല. മസ്റ്റാണോ അത്? ഒരു സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിലെത്തി. ചാമരാജേന്ദ്ര വാടിയർ, ഈ രാജാവിൻ്റെ പേരിലാണ് സൂവിൻ്റെ പേരും ചാമരാജേന്ദ്ര സൂ എന്നാണ്. മറ്റൊരു ഡോറ്. ഇത് ഈ ദസറക്ക് വേണ്ടി ഇത്തവണ ഉണ്ടാക്കിയ, ഇത്തവണ കഴിഞ്ഞ തവണയെന്നറിയില്ല, മുമ്പ് കണ്ടിട്ടില്ല, ഗ്ലാസ് ഹൗസ് ഫ്ലവർ ഷോന് വേണ്ടി ഉണ്ടാക്കിയത്. പെർമനൻ്റ് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് പെർമനൻ്റ് തന്നെയാണ്. ദസറക്ക് മാത്രം ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്ന മനസ്സിലാക്കുന്നു. 2 സൈഡിലും നല്ല തിക്കായിട്ടുള്ള മരങ്ങളുള്ള, കാട് പോലെ മരങ്ങളുള്ള റോഡാണിത്. അങ്ങോട്ടേക്കുള്ളതാണെന്ന് അറിയില്ല. മെയിൻ ബസ് സ്റ്റോപ്പാണിത്, ആർ ഗേറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ചാമണ്ടി ബസ്സിന് പോയപ്പോൾ ഇത് ടൗണെത്തി. എന്നാലും ഇവിടെ എത്തുമ്പോൾ ബസ് പകുതി കാലിയാവും. ഒരുപാട് പേര് ബസ് ഇറങ്ങുന്ന ഒരു സ്റ്റോപ്പാണ്. പല സ്ഥലത്തേക്കും പോകാമല്ലോ. ആ വരുന്നത് ഒരു ഗേറ്റാണ്, ഒരു വലിയ റോഡാണ്. അവിടെ ഒന്ന് കാണാം.